ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഇംഗ്ലീഷുകാർ പറയും ഗുഡ് ഫ്രൈഡേ, നമ്മൾ മലയാളികൾ പറയും ദുഃഖവെള്ളിയാഴ്ച. നമുക്കത് കുറച്ചുകൂടെ ദുഃഖവെള്ളിയാഴ്ച ആകാനാണ് ആഗ്രഹം. കാരണം നമ്മൾക്ക് സങ്കടമുണ്ട്. കർത്താവ് ക്രൂശിൽ മരിച്ചത് ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ദേവാലയത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ചൊറുക്കാവെള്ളം കുടിച്ചുകൊണ്ട് ആ സങ്കടത്തിൽ പങ്കുചേരാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അനേക സ്ത്രീകളും വൈദങ്ങളും കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ അവർ ശ്രമിച്ചു. യേശു തിരിഞ്ഞെന്നവരോട് പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി നിങ്ങൾ ദുഃഖിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ചൊല്ലിക്കറിയും, നിങ്ങളുടെ ആത്മാവിനെ ചൊല്ലിക്കറിയാം, നിങ്ങളുടെ മക്കളുടെ ആത്മാവിനെ ചൊല്ലിക്കറിയാം. എന്നെ നോക്കി ആരും ദുഃഖിക്കേണ്ട. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കാനാണ് ഞാനിവിടെ വന്നത്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ആ പാനപാത്രം ഞാൻ കുടിക്കുക തന്നെയാണ്. അതിൽ ആരുടെയും സഹായം ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ ചെയ്ത കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വേണ്ടിയാണ് ഞാൻ ഈ കൈപ്പുള്ള കാസ കുടിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരാശിയുടെ ഏറ്റവും സന്തോഷകരവും ഭാഗ്യകരമായ ഒരു സുദിനമാണ് 2000 കൊല്ലത്തിന് മുമ്പ് കാൽവറി ക്രൂശിൽ നടന്നത്. അതിൻ്റെ വില മനസ്സിലാക്കുന്നവൻ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിക്കും. സങ്കടമെന്ന് പറയട്ടെ, ഇന്ന് ഇതൊന്നും ആർക്കും വിഷയമുള്ള കാര്യമല്ല. ഇതെല്ലാം ഒരു ചരിത്ര സത്യം പോലെ പോവുകയാണ്. യേശുക്രിസ്തു മരിച്ചു, യേശുക്രിസ്തു വന്നു, മരിച്ചു, ജീവിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, തീർന്നു. എൻ്റെ ജീവിതത്തെ ഒന്നും സ്വാധീനിക്കില്ല. എൻ്റെ ആത്മാവിനെ ഒന്നും സ്വാധീനിക്കുകയില്ല. എൻ്റെ ജീവിത പ്രശ്നത്തെ ഒന്നും സ്വാധീനിക്കില്ല. ചടങ്ങ് പോലെ എക്കാലവും അങ്ങനെയാണ്. അവിടെയും ഇവിടെയും ചിലർ ദൈവത്തെ കണ്ടെത്തും. അവർ ഈ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാവും. അല്ലാത്തവരെല്ലാം ചടങ്ങുകളിലേക്ക് അങ്ങ് പോവുകയാണ്. ദുഃഖവെള്ളിയാഴ്ച വളരെ ഭയഭക്തിയോടും ദുഃഖത്തോടും കൂടി ആചരിക്കണം. ഭക്ഷണമൊന്നും കഴിക്കുകയില്ല. യേശു കഴിച്ച ചൊറുക്കാവെള്ളവും നമ്മൾ കടിച്ച് സമാധാനത്തോടെ നമ്മൾ വീട്ടിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ദുഃഖവെള്ളിയാഴ്ച? പിതാവായ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിലേക്ക് അയച്ചത് എന്തിനാണ്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ പോരായിരുന്നോ? ന്യായപ്രമാണം കൊടുത്തതുപോലെ കൊടുത്താൽ പോരായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ദൈവം അതെല്ലാം ചെയ്തതാണ്. തൻ്റെ മോഹന സൃഷ്ടി ഏദൻ തോട്ടത്ത് ആക്കിയപ്പോൾ ദൈവം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ ദൈവത്തെ മറികടന്ന് ശത്രുവായ പിശാചിൻ്റെ പിന്നാലെ, ആലോചനയുടെ പിന്നാലെ പോകുമെന്ന് ദൈവം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എല്ലാവരെയും കുറിച്ചും നല്ല അഭിപ്രായമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ മനുഷ്യനെ തകർത്ത് കളഞ്ഞു. ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചു, ശരിയാണ്. പക്ഷേ അവിടെയും അത് സഹിച്ചും വഹിച്ചും അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി. സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തല തകർക്കും. ആർക്കൊന്നും മനസ്സിലായില്ല. ആദാമിനും ഹവ്വായ്ക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് മനുഷ്യനെ എങ്ങനെയും രക്ഷിക്കുക. മനുഷ്യനെ രക്ഷിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവൻ പിശാചിൻ്റെ പിടിയിലായി കഴിഞ്ഞു. അവൻ പിശാചിൻ്റെ ആലോചനയ്ക്ക് വിധേയനായി കഴിഞ്ഞിരിക്കുന്നു. അവൻ ഈ ഇപ്പോൾ കാണുന്ന ലോകമാണ് അവൻ്റെ വിഷയം. ലോകത്തിലെ സുഖ സൗകര്യങ്ങളാണ് അവൻ്റെ വിഷയം. ലോകത്തിലെ ഭാരങ്ങളും ആകുലങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും, ഇതിനെല്ലാം ഒരു പരിഹാരം വേണം. സ്വന്തം ശ്രമത്തിൽ അവൻ ആഗ്രഹിക്കും, അവൻ ശ്രമിക്കുകയും ചെയ്യും. പണം കൊണ്ട് നേടാവുന്നതൊക്കെ പണം കൊണ്ട് നേടും. മനുഷ്യരുടെ സ്വാധീനം കൊണ്ട് നേടാവുന്നതൊക്കെ സ്വാധീനം കൊണ്ട് നേടും. ഒരു നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ ദൈവത്തേക്ക് തിരിയും. ഇതാണ് മനുഷ്യ പ്രവണത എക്കാലത്ത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് കിട്ടാതെയൊന്നും ആർക്കും സാധിക്കുകയുമില്ല. നമുക്കറിയാം, മനുഷ്യനെ രക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇവരുള്ളതിനെ സ്നേഹിച്ചു. വെളിച്ചം വന്നു, വെളിച്ചത്തേക്കുള്ള നടക്കാനുള്ള വെളിച്ചം പകർന്നു കൊടുത്തു, രക്ഷയ്ക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തു തന്നെത്താൻ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വന്നതാണ്, നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ വന്നതാണ്, കാണാതെ പോയ ആടിനെ തേടിയാണ് ഞാൻ വന്നത്, എല്ലാം പറഞ്ഞില്ലേ? വല്ലോ മനസ്സിലായോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു വന്നിട്ടും രക്ഷകൻ വന്നിട്ടും ജീവൻ വന്നിട്ടും അത് സ്വീകരിക്കാൻ ജനത്തിന് മനസ്സല്ല. എന്തേ കാര്യം? ഇത് വലിയൊരു മർമ്മ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞത്, സ്വർഗത്തിൽ കടക്കുന്ന വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യന് ന്യായപ്രമാണം കൊടുത്തപ്പോൾ കൃത്യമായി ദൈവം പറഞ്ഞു, പാപത്തിൻ്റെ ഗൗരവം എന്താണ്. ന്യായപ്രമാണം എപ്പോഴും പാപത്തിൻ്റെ ഗൗരവമാണ് മനുഷ്യൻ ബോധ്യം കൊടുക്കുന്നത്. ന്യായപ്രമാണത്തിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട്, മനുഷ്യൻ പാപം ചെയ്താൽ ദൈവം വേദനിക്കും,
മനുഷ്യൻ പാപം ചെയ്താൽ ഒന്ന് ഏറ്റു പറഞ്ഞാലൊന്നും ക്ഷമിക്കുന്നതല്ല പാപം. മനുഷ്യൻ പാപം ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അവൻ ദൈവത്തിൻ്റെ ആലോചനയെക്കാളും പിശാചിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്നു. പാപം ചെയ്യാൻ പിശാച് ആലോചന പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്യുന്നു. ലോകത്തിൻ്റെ മോഹനമായ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, അതിൻ്റെ പിന്നാലെ പോകുന്നു. ലോത്ത് അബ്രാമിൻ്റെ കൂടെ കഴിഞ്ഞു. നല്ല സുഖമായ ജീവിതമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ദൈവസാന്നിധ്യമുള്ള ദൈവപുരുഷൻ്റെ കൂടെ ജീവിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ലോകത്തിലേക്ക് അവൻ സോദോമിലേക്ക് അവൻ്റെ കണ്ണുപോയത്? ഇതാണ് മനുഷ്യ പ്രവണത. അവൻ സൂക്ഷിച്ചില്ലെങ്കിൽ, അവൻ കരുതലോടെ നിന്നില്ലെങ്കിൽ അവനെ തട്ടിക്കൊണ്ടു പോകും പിശാച്. അപ്പോൾ എല്ലാ മനുഷ്യരും, വേദപുസ്തകം വായിച്ചാൽ നമുക്കറിയാം, സർവ്വലോകവും ദുഷ്ടന്റെ അധീനെ കിടക്കുന്നു. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരാത്തവരായി തീരുന്നു. എല്ലാവർക്കും അവരവരുടെ വ്യക്തിപരമായ സുഖസൗകര്യങ്ങൾ, ആത്മാവിനെ കരുതുന്നില്ല. ഇങ്ങനെയുള്ള കാര്യത്തിലാണ് ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണത്തിൽ മനുഷ്യൻ പാപം ചെയ്താൽ എന്താണ് ആ പാപത്തിന്റെ ഗൗരവം എന്ന് മനസ്സിലാക്കി കൊടുത്തു. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അവൻ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. അവന് ദൈവമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെടുക മാത്രമല്ല, അവൻ്റെ ആത്മാവ് നിത്യജീവൻ നഷ്ടമായി പോകുന്നു. അവന് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഭാഗ്യ പദവി നഷ്ടപ്പെടുന്നു. അവൻ നിത്യയാതനാസ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അവൻ വേർതിരിക്കപ്പെട്ടവനായി മാറ്റപ്പെടുന്നു. ഇതിന് പരിഹാരം വരണമെങ്കിൽ എന്ത് ചെയ്യണം? പാപം ചെയ്ത ദേഹം മരിക്കും. അത് മാറ്റമില്ലാത്ത പ്രമാണമാണ്. ആ മരണം ഏറ്റെടുക്കാൻ വേറെ ആർക്കും സാധ്യമല്ല. ആ മരണം ഏറ്റെടുക്കണമെങ്കിൽ പാപം ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ അത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൽ മൃഗബലി കൊടുത്തത്. മൃഗങ്ങൾ പാപം ചെയ്യുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ ചെയ്തു പോയ പാപം അവന് ബോധ്യം വരുമ്പോൾ അവൻ ആ മൃഗത്തിൻ്റെ മേൽ ദേവാലയത്തിൽ കൊണ്ടു ചെന്നിട്ട് അവൻ ചെയ്തു കൂട്ടിയ പാപം ആ മൃഗത്തിൻ്റെ തലമേൽ വെച്ചിട്ട് പാപം ആ മൃഗത്തിൻ്റെ മേൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണം ആ മൃഗത്തിന് കൊടുക്കുന്നു. ആ മൃഗത്തിൻ്റെ നിഷ്കളങ്ക രക്തം യാഗപീഠത്തിൽ തളിക്കുമ്പോഴാണ് അവന് പാപത്തിന് പരിഹാരം ലഭിക്കുന്നത്. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിന് പാപബോധം കൊടുക്കാൻ, ഒരു പാപം വന്നാൽ ഒരു മരണം അവിടെ നടക്കണം. വെറുതെ പാപം നിസ്സാരമല്ല, ഒരു മരണം അവിടെ നന്നേ പറ്റുള്ളൂ. പാപത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ പാവം മൃഗം ആ മരണം ഏറ്റെടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ്. വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഒരു മുൻകുറിയായിട്ട് നടന്നു പോയെന്ന്. എന്നാൽ കാലത്തികവിൽ എന്നാൽ ഈ മൃഗബലി കൊണ്ട് ജനത്തിന് വല്ല പ്രയോജനം കിട്ടിയോ? തൽക്കാലം ഒരു പ്രയോജനം കിട്ടി. ആ ചെയ്തു കൂട്ടിയ പാപം ക്ഷമിക്കുമെങ്കിലും പിന്നെയും പാപത്തിൻ്റെ പ്രവണത അവിടെ നിൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത്. 40-ാം സങ്കീർത്തനകത്ത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. 40-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം: അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിനുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുത്രൻ തമ്പുരാൻ തന്നെത്താൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കാര്യപരിപാടി ഈ ജനത്തെ എങ്ങനെ വീണ്ടെടുക്കും? സർവ്വജനവും ലോകത്തിന് പിന്നാലെ പോകുന്നു, സർവ്വജനവും പിശാചിന്റെ പിന്നാലെ പോകുന്നു. നിത്യജീവൻ ആർക്കും വിഷയമല്ല. സ്വർഗരാജ്യത്തിലേക്ക് അവർക്ക് വരാൻ പറ്റില്ല. അവിടെ ആത്മാവ് നശിക്കുന്നു. സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചു. എന്താണ് ഒരു പരിഹാരം? പുത്രൻ തമ്പുരാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ പരിഹാരം വരുത്താം. എങ്ങനെ? ഞാൻ ഈ ജനത്തിൻ്റെ പാപം ഏറ്റെടുക്കാം. ചെയ്തു കൂട്ടിയ പാപം ആദാമിൻ്റെ കാലം തൊട്ട് കർത്താവ് രണ്ടാമത് വരുന്ന വരെയുള്ള സർവ്വജനത്തിൻ്റെയും പാപം ഞാൻ ഏറ്റെടുക്കാം. എങ്ങനെ? അവൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ വരണം. വളരെ കൃത്യമായിട്ട് പറയുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 തൊട്ട് 8 വരെയുള്ളത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, പാപം ചുമക്കാൻ വന്നത്, ദൈവ കുഞ്ഞാടായിട്ട് വന്നത് ഒരു പ്രത്യേക കാര്യം അധികം പേര് ശ്രദ്ധിക്കാറില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് 2-ന്റെ 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ ദൈവം തന്നെയാണ്. അങ്ങനെ ആ ദൈവം തന്നെ ആയിരിക്കുമ്പോഴും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് ദൈവത്വം അവിടെ താഴെ വെച്ചു. ദൈവത്വം അവിടെ ഇറക്കി വെച്ചിട്ട് പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇന്ന് അനേകർ പറയുന്നത് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. തെറ്റാണ് കാര്യം. പൂർണ്ണ ദൈവമാണെങ്കിൽ ഒരു പിശാചിനെ അവനെ പരീക്ഷിക്കാൻ സാധിക്കത്തില്ല. അവൻ പൂർണ്ണ ദൈവമാണെങ്കിൽ അവൻ മനുഷ്യൻ പാപം വഹിക്കാൻ സാധ്യമല്ല. അവൻ പൂർണ്ണ മനുഷ്യനായി എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പൂർണ്ണ മനുഷ്യനായിട്ട് വന്നു. പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാണ് അനേകരുടെ അവിശ്വാസത്തിൻ്റെ കാരണം. അതാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ ആ പാപം ഏറ്റെടുക്കാൻ പറ്റില്ല. അവൻ ദൈവമാണ്. എന്നാൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള സാധാ മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ പാപം കൂടാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് അനേകർ പറയുന്നു. തെറ്റാണ് കാര്യം. യേശു ക്രിസ്തുവിന് സാധിച്ചു. എങ്ങനെ സാധിച്ചു?
നിരന്തരം അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നു. അവനെ ആരാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്? അവൻ്റെ നിയോഗം എന്താണ്? അവൻ എന്താണ് ഇനി ചെയ്യാൻ പോണത്? അത് കഴിഞ്ഞിട്ട് അവന് കിട്ടാൻ പോകുന്ന മാന്യത എന്താണെന്നെല്ലാം യേശുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് 33 കൊല്ലക്കാലം ജീവിച്ചപ്പോൾ ഒരല്പം പോലും ഒരു കാര്യത്തിലും പാപം പറ്റാതെ അവൻ ജീവിച്ചു. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് വേണമെങ്കിൽ യേശു ക്രിസ്തു ഭൂമിയിൽ പാപമില്ലാതെ ജീവിച്ച പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. എഫേസ്യർ പറയും ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ അനുകാരികളാകാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ പറ്റുമോ? അഹങ്കാരമല്ലേ? പറയേണ്ടവർക്കൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ദൈവത്തിൻ്റെ ആത്മ ഒരു മനുഷ്യനെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പാവം വരുമോ? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമല്ലേ? പക്ഷെ മനുഷ്യന് മനസ്സല്ല, അതുകൊണ്ട് അവൻ കല്ലെറിയും. ഇതാണ് അവൻ്റെ സ്വഭാവം. പ്രിയ സഹോദരങ്ങളെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അവൻ പൂർണ്ണ മനുഷ്യനായിട്ട് പിതാവ് അവനെ ഭൂമിയിലേക്ക് വിട്ടു. എന്തിന്? 33 കൊല്ലക്കാലം ജീവിച്ചിട്ട് ഒരു പാപം അവന് പറ്റിയില്ല. എനിക്കും നിങ്ങൾക്ക് വേണ്ടി പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പാപം ചുമന്നാൽ മാത്രമേ അതിനുള്ള യോഗ്യത കിട്ടുകയുള്ളൂ. പിശാച് അല്ലെങ്കിൽ അവകാശം പറയും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു പാപവുമില്ലാതെ 33 കൊല്ലക്കാലം ജീവിച്ചിട്ട് എൻ്റെയും നിങ്ങളുടെയും പാപം അവനെ എടുത്തു. 1 യോഹന്നാൻ 4:2 വായിക്കാം. നമുക്കവിടെ കൃത്യമായിട്ടൊരു വാക്കുണ്ട്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ള. യേശു ക്രിസ്തു ജഡം ധരിച്ചു വന്നു. ദൈവപുത്രൻ ദൈവത്വം വിട്ടിട്ട് മനുഷ്യനായിട്ട് ഇവിടെ വന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന സത്യം മനസ്സിലാക്കണേ. അവൻ ദൈവമായിട്ടല്ല മരിച്ചത്. അവൻ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പാപം ചെയ്യാനുള്ള എല്ലാ പ്രവണതയും ഉണ്ടായിട്ടും പാപം തൊടാതെ ജീവിച്ചു. ഇന്ന് പാപം കൂടാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുന്നവർക്കെല്ലാം ഉള്ള ഒരു ഉത്തരവാണത്. യേശു ക്രിസ്തുവിന് സാധിച്ചെങ്കിൽ എനിക്കും സാധിക്കും. അത് കൃത്യമാണ്. അതിനാണ് സ്വർഗം മുഴുവൻ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. ഈ ദുഃഖവെള്ളിയാഴ്ച ചെയ്തത് എന്താണ് ദൈവം? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പിതാവാണ് അയച്ചത്. പാപമില്ലാത്ത മനുഷ്യനായി 33 കൊല്ലം ജീവിച്ചു. എൻ്റെയും നിങ്ങളുടെയും പാപം ഏറ്റെടുക്കാൻ അവനിതാ വേദനയോടെ കാസ ഏറ്റെടുത്തു. ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് അവൻ ആകെപ്പാടെ വിഷമത്തിലായി. കാരണം എന്നറിയാമോ? ഈ പാപത്തിൻ്റെ ഭാരങ്ങളെല്ലാം ആദാമിൻ്റെ കാലം തൊട്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവുള്ള കാലം വരെയുള്ള മനുഷ്യവർഗത്തിൻ്റെ സകല മ്ലേച്ഛതയും. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വേണ്ടാത്ത പാപം വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ, നമ്മൾ അനുഭവിക്കുന്ന വെപ്രാളം. ഇന്ന് ഈ ലോകത്തിൻ്റെ സകല പാപങ്ങൾ യേശു ചുമക്കാൻ തയ്യാറായി. ഇത് ഓർത്തപ്പോൾ ഗെത്സമനത്തോട്ടത്തിൽ യേശു വിഷമിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അവൻ മാറിയാൽ ആര് ചെയ്യും? സ്വർഗത്തിലെ ദൂതന്മാർ താഴോട്ട് വന്ന് അവനെ ആശ്വസിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഈ പാപം ഏറ്റെടുക്കുമ്പോൾ പിതാവിൻ്റെ മുഖം മറഞ്ഞു പോകും, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈ 33 കൊല്ലക്കാലം ഭൂമിയിൽ ജീവിച്ച കാലത്ത് ഒരല്പസമയം പോലും ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതെ അവൻ ജീവിച്ചു. അതായിരുന്നു അവൻ്റെ ഈ ഭൂമിയിലെ മിഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ പാപം വന്നാൽ പിതാവായ ദൈവത്തിൻ്റെ മുഖം മറയുമെന്നറിയാം. എല്ലാം കൂടെ അവൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് മാറിപ്പോകുമെന്നറിയാം. അതവന് സഹിക്കാൻ വയ്യാത്ത കാര്യമായതുകൊണ്ട് നിലവിളിക്കുകയാണ്, ഈ പാനപാത്രം കഴിയുമെങ്കിൽ നീക്കണമേ എന്ന്. ആർക്കെങ്കിലും വല്ല വിഷയമാണോ? ഭൂമി ജീവിക്കുന്ന മനുഷ്യർക്ക് ഓരോരുത്തർക്കും ആ കാൽവർ ക്രൂസിലെ ടെൻഷൻ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ശരീരത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വേർപ്പ് പോകുന്ന പോലെ രക്തം വെളിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. മെൻ്റൽ ആഗണി എന്ന് പറയും. പ്രഷർ കൂടി, സഹിക്കാൻ വയ്യാത്ത ടെൻഷൻ, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. തന്നെത്താൻ ശിഷ്യന്മാരോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരും മാറിക്കളഞ്ഞു. തന്നെത്താൻ ചുമക്കുകയാണ്, ലോകത്തിൻ്റെ ഭാരം ചുമക്കുകയാണ്. അവൻ വേദന കൊണ്ട് പൊളയുകയാണ്. അവൻ്റെ രക്തക്കുഴലുകൾ പൊട്ടി വെളിയിലേക്ക് രക്തം വന്നു. ഈ ആര് മനസ്സിലാക്കും പ്രിയപ്പെട്ടവരെ? ഈ വേദന ആര് മനസ്സിലാക്കും? ക്രൂശിൽ കടഞ്ഞ് പടഞ്ഞു മരിച്ചതൊന്നും വലിയ വേദനയുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. എന്നാൽ ആ ഗെത്സമനെ തോട്ടത്തിലെ ടെൻഷനായിരുന്നു ഏറ്റവും വലിയ വേദന. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്നവനെ ആശ്വസിപ്പിച്ചു. സ്തോത്രം. ആ കയ്പ് കാസ കുടിക്കാൻ അവൻ വീണ്ടും തീരുമാനിച്ചു. അവൻ ദൈവമായിരുന്നു, എങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് പാപം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് സഹിക്കാൻ വയ്യാത്ത കാര്യമായതുകൊണ്ട് അവൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രങ്ങൾ നീക്കണമേ എന്ന്. ഇല്ല, എടുത്തേ പറ്റുള്ളൂ, അവനത് ചുമന്നേ പറ്റുള്ളൂ. അത് ദൈവിക കാര്യപരിപാടിയാണ്. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾക്കിത് വല്ലതും മനസ്സിലാകുമോ? കടന്നു പോകുന്ന ഏവരുമേ നിങ്ങൾക്കിത് ഏതും ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. യേശു ക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ ചൊരിഞ്ഞ രക്തത്തിന് വിലയുണ്ടോ എന്നാ ചോദ്യം.
അവൻ്റെ ഹൃദയം പൊട്ടി തകർന്നുകൊണ്ട് അവൻ്റെ ഹോമകൂപങ്ങളിൽ കൂടെ രക്തം വന്നതിൻ്റെ ആഗണി എത്ര പേർക്ക് മനസ്സിലാവും? എങ്കിലും എന്നെ പ്രതി നിങ്ങളെ പ്രതി അവൻ ശാന്തമായി അതെല്ലാം സ്വീകരിച്ചു. അവൻ ക്രൂസിലേക്ക് പോകുന്ന സമാധാനത്തോടു കൂടിയാണ്. വലിയൊരു മിഷൻ അവൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് അവൻ പോവുകയാണ്. 33 കൊല്ലത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. സർവ്വലോകത്തിൻ്റെ പാപം ചുവന്നുകൊണ്ട് അവൻ പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ പാപമാണ് അവൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടായത്. അവൻ്റെ രോമകൂപങ്ങൾ കൂടെ രക്തം പോകാൻ കാരണം ഞാനാണ്. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, എൻ്റെ പ്രവൃത്തിയിലും ചിന്തയിലും വികാരത്തിലും ആഗ്രഹത്തിലും മോഹത്തിലും എൻ്റെ പാരമ്പര്യത്തിൻ്റെ ശാപം കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ പാപമെല്ലാം ഈ ദൈവത്തോട് എതിരായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ പാപം ചെയ്യുന്നില്ല, ആർക്കെന്ത് സങ്കടമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ യൗവനകാലത്ത്. എന്നാൽ അതെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നത് യേശുക്രിസ്തുവാണ്. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പും മാനസാന്തരപ്പെട്ട ശേഷവും എൻ്റെ ജീവിതത്തിൽ വന്ന പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ യേശുക്രിസ്തുവാണ് ഏറ്റെടുത്തത്, വേറെ ആരുമല്ല. സ്തോത്രം. വേറെ ആർക്കും ഏറ്റെടുക്കാൻ പറ്റുകയുമില്ല. അതിനുള്ള യോഗ്യതയുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, യേശുക്രിസ്തു ഏറ്റെടുത്തു. എന്തെങ്കിലും നന്ദിയുണ്ടോ ക്രിസ്തുവിനോട്? എന്തെങ്കിലും കടപ്പാടുണ്ടോ ക്രിസ്തുവിനോട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കടപ്പാടുണ്ടോ? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ദൈവസന്നിയിരുന്ന് ഈ പരമസത്യം എനിക്കൊന്ന് വെളിവാക്കി തരണേ എന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും പറ്റില്ലേ പ്രിയരെ? യേശു അനുഭവിച്ച വേദന നിന്റെ ഉള്ളിലേക്ക് തട്ടിയാൽ നീ ദൈവത്തോട് ചില തീരുമാനങ്ങളൊക്കെ പറയും. നീ ഈ ലോകത്തിലെ എല്ലാം ചപ്പെന്നും ചവർന്നും പറഞ്ഞുകൊണ്ട് എണ്ണും. ചുരുക്കം പേരൊക്കെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ നോക്കിയാണ്. സഹോദര, നിന്നെ നോക്കിയാണ്. എൻ്റെ പ്രിയ സഹോദരി, നിന്നെ നോക്കിയാണ്. ഈ രക്തത്തിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിലാണ് 41-ാമത്തെ വാക്യമാണ് ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ എന്ന് പറയുന്നത്. അത്രമാത്രം മെൻ്റലാഗണിയായിരുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അവൻ നമ്മുടെ പാപം ചുമന്നു. കൊലോസ്യർ 2:14-15 വാക്യങ്ങൾ വായിച്ചു നോക്കാം. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തം അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു വാക്യമാണ് അത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇനി ഞാൻ പാപത്തിന് അടിമയായിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എൻ്റെ യേശു അവൻ്റെ തല തല്ലി തകർത്തു. എന്നാൽ എനിക്കിപ്പോഴൊരു സങ്കടമുണ്ട്. എൻ്റെ പ്രിയ ശ്രോതാക്കളോട് എനിക്കൊരു പറയാനൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തു തല തല്ലി തകർത്തു എന്ന് പറഞ്ഞാൽ പിശാച് മരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. പിശാചിൻ്റെ ശക്തി ക്ഷയിച്ചു എന്നാണ് അർത്ഥം. എന്നാൽ സങ്കടം എന്ന് പറയട്ടെ, ആ പിശാച് ഇന്ന് അനേകര് ജീവനോടെ നിൽക്കുകയാണ്. ആ പിശാച് ശക്തിയോടുകൂടി ഓരോ മനുഷ്യനും വ്യാപരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കാര്യപരിപാടിയെ തുരങ്കം വെക്കാൻ മനുഷ്യന് സാധിക്കുന്നു. അവൻ തല തല്ലി തകർത്ത പിശാച് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു. എന്തൊരു വിരോധാഭാസം! അവൻ തല്ലി തകർത്ത പിശാച് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥാനം കൊടുക്കുകയില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ഥാനം കൊടുക്കുകയില്ല, അവൻ എൻ്റെ ഹൃദയത്തിൽ വളരാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? പാപം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പാപത്തിന് നീ എന്തെല്ലാം മാർക്കും കൊടുത്താലും ശരി, പ്രിയ സഹോദരങ്ങളെ, നിന്റെ ഹൃദയത്തിൽ അവൻ കയറാൻ സമ്മതിക്കരുത്. അതാണ് ദൈവത്തോട് നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ. ഈ ദുഃഖ വെള്ളിയാഴ്ച യേശു ക്രിസ്തു ചെയ്ത് നിനക്ക് വേണ്ടിയാണെന്ന് ബോധ്യം വന്നാൽ നീ വ്യക്തമായിട്ട് തീരുമാനമെടുക്കും, എൻ്റെ യേശു ക്രിസ്തുവിനെ ക്രൂശിലേക്ക് നയിച്ച പാപം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കത്തില്ല. യേശു ക്രിസ്തു സഹിച്ച വേദന, അതിൻ്റെ ഒരു അംശം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അവനോട് വ്യക്തമായിട്ട് പറയാണ്, ഇനി എൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന പാപം വരില്ല, വരില്ല, വരില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ? വരില്ലെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രൂശൻ ചൂട്ടിയിരുന്നു കൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഇനിമേൽ ഇത് വരില്ലെന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. 1 കൊരിന്ത്യർ 15:54 പറയുന്നുണ്ട്, ഒരു വിജയപ്രഖ്യാപനം പറയുന്നുണ്ട് അപ്പോസ്തലൻ. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? എന്ന് വായിച്ചു നോക്കാം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ജയം വന്നിരിക്കുന്നു. മരണം, പാപത്തിന്റെ മരണം മാറിയിരിക്കുന്നു. പിശാച് എന്നെ കീഴടക്കുന്ന വിഷയം വരുന്നില്ല. ഞാൻ ദൈവത്തെ വിശ്വസിച്ചാൽ, ദൈവത്തിന്റെ ക്രൂശിലെ യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കിയാൽ, ആ ദുഃഖവെള്ളിയാഴ്ച നടന്ന സംഭവം മനസ്സാൽ നമുക്ക് ജയമുണ്ടെന്നാ പറഞ്ഞത്. ഇനി എന്റെ മേൽ സാത്താൻ ജയിക്കയില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? പാപത്തിന്റെ ശക്തിയോനായപ്പോഴാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ സ്തോത്രം പറയുന്നു. റോമർക്ക് ലേഖനം 7-ാം അധ്യായത്തിന്റെ അതിന്റെ അവസാന ഭാഗം വരുമ്പോൾ
അപ്പോസ്തലൻ പറയാം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് ദിനമായ ശരീരം തന്നെ ആർ വിടുവിക്കെന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം പറഞ്ഞു, സാത്താൻ്റെ അടിമമുഖത്തിലാണെന്ന് പറഞ്ഞു. എന്നാൽ കാൽവറി ക്രൂശിൽ ചെയ്ത കാര്യം കാണുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം അവിടെ ജയപ്രഖ്യാപിക്കുകയാണ്. യേശു ക്രിസ്തു പറഞ്ഞു, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞു. മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം വരുത്തി, പാപത്തിന് ഞാൻ പരിഹാരം വരുത്തി, പിശാചിന്റെ തല ഞാൻ തകർത്തു. ഏത് മനുഷ്യർക്കും ഈ ക്രൂശിൻ ചുവട്ടിൽ കൂടെ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരാം. ഏത് മനുഷ്യനും നിത്യജീവൻ പ്രാപിക്കാം. ഏത് മനുഷ്യന്റെ ബന്ധനം അഴിക്കാം. ഏത് മനുഷ്യനും കെട്ടപ്പെട്ട് കിടക്കണ്ട. ഏത് മനുഷ്യനും പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. പാപം ഇനി നിന്റെ മേൽ വാഴുകയില്ല. എങ്കിലേക്ക് നോക്കുക, എന്റെ ക്രൂശിലേക്ക് നോക്കുക, ഞാൻ ചൊരിഞ്ഞ രക്തത്തിലേക്ക് നോക്കുക. എന്റെ ആത്മാവ് നിന്നെ സഹായിക്കാൻ കാണും. നിന്റെ പാപത്തിന് ഞാൻ പരിഹാരം വരുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞകാല പാപങ്ങൾ ഞാൻ കഴുകി തന്നിട്ടുണ്ട്. ഇനി നിന്റെ മേൽ പാപം വരാതിരിപ്പാൻ എന്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിൽ നീ ചോദിച്ച ഞാൻ നിനക്ക് തരും. എന്നേക്ക് നിന്നോട് കൂടി ഇരിക്കാൻ ഞാൻ നിനക്ക് തരും. സകല സത്യത്തിൽ ഞാൻ അവൻ നിന്നെ വഴി നടത്തും. അവൻ നിന്റെ കൂടെ കാണും. അവന് പാപവും തരും, കുറ്റബോധം തരും, എല്ലാം തന്ന് നിന്നെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമി ജീവിക്കും. ഇനി നീ പിശാചിന്റെ ആ തന്ത്രത്തെ കുടുങ്ങേണ്ട യാതൊരു കാര്യവുമില്ല. ജയം നാം അനുഭവിക്കുന്നില്ലെങ്കിൽ സാധാരണ ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന പോലെ അല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ കൂട്ടായ്മ വരുന്നവരെ, വചനം കേൾക്കുന്നവരെ, ഇതെല്ലാം വചനം കേൾക്കുന്നുണ്ട്. സാറിന് ചടങ്ങ് ആചരിക്കുന്ന ദുഃഖവെള്ളിയാഴ്ച, നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച അങ്ങനെ തന്നെയാണോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ദുഃഖവെള്ളിയാഴ്ച വരും, ഈസ്റ്റർ വരും, ക്രിസ്തുമസ് വരും. ഇതെല്ലാം ഓരോ വർഷത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം? യേശു ക്രിസ്തുവിനോട് നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ, പിതാവാടയത്തോട് നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ, ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര, ഇനി നീ ഇങ്ങനെ പോകരുത്. ഈ പാപത്തിൽ ഇനി കഴിയരുത്. വെറും കൂട്ടായ്മക്കാരനായിട്ട് ജീവിക്കരുത്. പാപം വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകരുത്. നിന്റെ കുടുംബം നശിക്കുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ആത്മാവ് ആവലോട് ഓരോ മനുഷ്യൻ നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കാൽവറി ക്രൂശിലേക്ക് തകർക്കാൻ വിട്ടുകൊടുത്തിട്ട്, സഹോദരൻ, നിനക്കെന്ത് മാറ്റം വന്നു? നിന്റെ കുടുംബത്തിൽ എന്ത് മാറ്റം വന്നു? നിന്റെ കാഴ്ചപ്പാടിൽ എന്ത് മാറ്റം വന്നു? അവന്റെ രക്തം നിന്റെ മേൽ വീണുവോ? നിനക്ക് വല്ല തീരുമാനം വല്ലതും പറയാനുണ്ടോ? ഇനി ഞാൻ പഴയ പോലെ ജീവിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? യേശു ക്രിസ്തു ഈ ദുഃഖവെള്ളിയാഴ്ച എനിക്ക് വേണ്ടിയാണ് പടഞ്ഞു മരിച്ചെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? അവൻ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ ജീവിതം ഞാൻ അവന് കൊടുത്തിരിക്കുകയാണ്. അവൻ എന്നിലേക്ക് കടന്നു വന്നിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എന്നെ വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിരിക്കുകയാണ്. പാപത്തോട് എന്നേക്കുമായി ഞാൻ യാത്ര പറഞ്ഞിരിക്കുകയാണ്. പാപം വിഷമാണ്, അത് നരകത്തിയിലേക്ക് എന്നെ കൊണ്ടുപോകും, എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് പറയാൻ എത്ര പേരുണ്ട്? ഇബ്രാഹിലേഖനം 10-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദുർമനസാക്ഷി നീങ്ങുമെന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാം പറയും പാവം മാറുമെന്ന് പറഞ്ഞാലും ഹൃദയം എങ്ങനെ മാറും എന്നൊക്കെ ചോദിക്കും. 10:19. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തീശയിലേക്കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി, ദൈവത്തിന് സ്തോത്രം. ഇനിയും പഴയ വഴി നടക്കണ്ട, തെന്നിപ്പോകുന്ന വഴി വെക്കണ്ട, പാപത്തിൽ വീഴുന്ന വഴി വേണ്ട. ഇതാ ഒരാളെ കരം പിടിക്കാനുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ വരും. ഒരു പുതിയ വഴിയെ യെശയ്യാ 35 പറയും, അതൊരു വിശുദ്ധ വഴി എന്ന് പറയും. ഈ ഒരു അശുദ്ധനും നടക്കാത്തൊരു വഴി, തെറ്റിപ്പോകാത്ത വഴി, ആരും വീഴിക്കാത്തൊരു വഴി, സമാധാനത്തോടെ പോകുന്ന വഴി, ദൈവ സാന്നിധ്യമുള്ള വഴി, അതാണ് ഈ പുതുവഴി എന്ന് പറഞ്ഞത്. പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം ധൈര്യം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നിയെല്ലാം എനിക്ക് വേണ്ടി യേശു ക്രിസ്തു പെടഞ്ഞു മരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനത് ഓർക്കുന്നു. അവനോട് എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. അവനെ പറഞ്ഞയച്ച പിതാവായ ദൈവത്തോട് എനിക്ക് കടപ്പാടുണ്ട്. അവന്റെ രക്തത്താൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തോട് നിരപ്പ് പ്രാപിക്കുകയാണ്. സ്വർഗത്തെ ദൈവവുമായിട്ട് നിരപ്പാകുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനായി ഭൂമിയെ കഴിയുകയാണ്. ഇതാണ് യേശു ക്രിസ്തു ദുഃഖവെള്ളിയാഴ്ച നേടിത്തന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ 2000 കൊല്ലത്തിന് മുമ്പ് പെടഞ്ഞു മരിച്ചത് എന്നിൽ വൻകാര്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാനാണ്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനാണ്. നീ ഇനി വറുതിയിൽ കഴിയണ്ട, പാപത്തിന്റെ പ്രേരണയിൽ കഴിയണ്ട, പാപം ചെയ്ത് നിരാശപ്പെടേണ്ട, രോഗത്താൽ വലയണ്ട. എല്ലാത്തിനും ഞാൻ പരിഹാരം തരാം. രോഗം വരില്ലെന്നല്ല പറഞ്ഞ്, രോഗം വന്നാൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ ഗിലെയാദ് വൈദ്യനാണ്. സുഗന്ധ തൈലം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. നിനക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി ചിലപ്പോൾ രോഗം തന്നിരിക്കും, ചിലപ്പോൾ കടബാധ്യത തന്നിരിക്കും. പക്ഷെ ഞാൻ നിന്നെ വിട്ടുമാറുകയില്ല. ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിന്നെ ഞാൻ നിന്റെ കൂടെ കാണും. പർവ്വതങ്ങൾ മാറിപ്പോയാലും ഞാൻ നിന്റെ കൂടെ കാണും. സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്റെ കൂടെ കാണും. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, ഒരു പുതുവഴി കാണും, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശന ധൈര്യം കാണും,
ദേവാലയത്തിൽ നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ, ഞാൻ ഏകനല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഏകനല്ല. എനിക്ക് വേണ്ടി പിതാവാന്റെയത്തോട് മധ്യസ്ഥ ചെയ്യാൻ, എൻ്റെ ബലഹീനതകളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെല്ലാൻ ഒരു മഹാപുരോഹിതനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാൻ അല്ല. റോമർക്ക് ലേഖനത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വേണ്ടവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാം അറിയുന്നില്ല. അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുമ്പോഴും എൻ്റെ ആത്മാവ് എൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ട് ചെല്ലാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കും. എന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാൻ, വിശുദ്ധ വഴിയെ എത്തിക്കാൻ, ഈ രക്ഷ എനിക്ക് അനുഭവമാക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. ഒരു മഹാപുരോഹിതനുണ്ട്. ആ പുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥതയോടെ ചെല്ലുക. കഴുകലിൽ തരാമെന്നാണ് പറഞ്ഞത്. ധൈര്യത്തോടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും അടഞ്ഞു കിടന്ന വാതിൽ തുറക്കുകയാണ്. ദേവാലയത്തിന്റെ തിരശ്ശീലകൾ ഇതാ നടുവേ കീറിപ്പോയി. ധൈര്യത്തോട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലാം. പിതാവാലയത്തിന് സന്നിധിയിലേക്ക് ചെല്ലാം. യേശുക്രിസ്തുവിന്റെ രക്തം ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞ കാല പാപത്തോട് ഞാൻ യാത്ര പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് നിന്നോട് കൂടിയുള്ള ജീവിതം മതി. ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. തൻ്റെ പുത്രനെ ഞാൻ ആദരിക്കുകയാണ്. പിതാവേ, ഞാൻ നിന്റെ പിന്നാലെ വരാൻ തീരുമാനിക്കുകയാണ്. നിന്റെ സാക്ഷിയാണ് ഞാൻ ഇവിടെ നിന്നുകൊള്ളാൻ തീരുമാനം എടുക്കുമ്പോൾ ഇതാ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമാണ്. ഭൂമി ജീവിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ധൈര്യമായ പ്രവേശനം. എന്താണ് നമ്മുടെ പ്രശ്നം? ഞാൻ നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല ഇവിടെ. എന്ത് പ്രശ്നം? എൻ്റെ ദൈവത്തിന് പരിഹാരം തരാത്ത ഒരു പ്രശ്നവുമില്ല. ഈ ക്രൂശ് നിന്റെ മുമ്പിൽ വെട്ടിത്തിളങ്ങുമോ? അതാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കെട്ടിത്തന്നെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാര്? ഇത് മാറിപ്പോകും. നമ്മുടെ താല്പര്യം മാറിയാൽ, ലോകത്തിലേക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് പോയാൽ ഈ ക്രൂശിക്കപ്പെട്ട യേശു കണ്ണിന് മുമ്പിൽ മാറിപ്പോകും. ഇന്ന് അനേകരെ പറ്റി കെടുതി. അവരൊരിക്കൽ മാനസാന്തരപ്പെട്ടവരാണ്, ദൈവസ്നേഹം കിട്ടിയവരാണ്, സാക്ഷ്യം പറഞ്ഞവരാണ്, വേല ചെയ്തവരാണ്, യേശുക്രിസ്തുവിനെ വരച്ച് അനേകർ കാണിച്ചു കൊടുത്തതാണ്. പക്ഷേ പിശാചിനിടം കൊടുത്തതുകൊണ്ട് ക്ഷുദ്രം ചെയ്ത ദൈവസാന്നിധ്യം മാറിപ്പോയി. ഇപ്പോഴോ പാപത്തെ തന്നെ കഴിയുന്നു. കുളിച്ച പന്നി ചെളി കടന്ന് ഉരുളുന്ന പോലെ ജീവിക്കുന്നു. നായ ഛർദ്ദിച്ചത് തിന്നുന്നെന്ന് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടി തന്നിരിക്കുകയാണ്. അവൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നൽകാതിരിക്കുമോ? അവനോടുകൂടി അവനുണ്ടെങ്കിൽ സകലവും കൂടെ കാണും. ഈ യേശുവിനെ നിങ്ങൾ മാനിക്കുമോ? യേശുവിൻ്റെ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുമോ? എൻ്റെ പാപം ചുവന്നാണ് വന്നതെന്ന് മനസ്സിലാക്കുമോ? അവനെ മാനിക്കുവോ? അവനെ അയച്ച പിതാവിനെ മാനിക്കുവോ? അവൻ്റെ പരിശുദ്ധാത്മാവിനെ മാനിക്കുവോ? ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവോ? ഇന്നത്തെ ദുഃഖ വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥായിയായ മാറ്റം വരട്ടെ. നിത്യത്തിന്റെ അവകാശം നമുക്ക് ലഭിക്കട്ടെ. യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.